ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരേ മാവ് കൊണ്ട് 2 ടൈപ്പ് ദോശകളാണ്. ക്യാബേജ് ദോശയും മുരിങ്ങയില ദോശയും. ഇത് വളരെ ന്യൂട്രീഷ്യസിന് വേണ്ടി ഞാനെടുക്കുന്നത് 1 കപ്പ് ജീര റൈസും 1/4 കപ്പ് കുത്തരിയും പിന്നെ ഒരു 1.5 ഗ്ലാസ് പച്ചരിയുമാണ്. ഇതിനു വേണ്ടി പച്ചരി മാത്രം യൂസ് ചെയ്താലും മതി. പച്ചരിയിലേക്ക് വെള്ളം ചേർത്ത് 4 മണിക്കൂർ നേരം കുതിരാൻ വയ്ക്കുക. കുതിർന്ന അരി നന്നായി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് ഒരു തേങ്ങ ചീകിയതും അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങ വലിപ്പത്തിൽ പിഴുപുളിയും ചേർത്ത് അരച്ചെടുക്കുക. മുരിങ്ങയിലയുടെ ഇല മാത്രം പിച്ചെടുത്ത് അത് വെള്ളത്തിൽ നന്നായി കഴുകുക. വെള്ളത്തിൽ കഴുകുമ്പോൾ അത് മേലിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ടിയുള്ള തണ്ടുകളും മറ്റും വെള്ളത്തിനടിയിലേക്ക് താണു കിടക്കും. അങ്ങനെ നമുക്ക് മുരിങ്ങയില പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ക്യാബേജും നന്നായി പൊടിയായി അരിഞ്ഞെടുക്കുക. മുരിങ്ങയില അരിഞ്ഞതിലേക്കും ക്യാബേജ് അരിഞ്ഞതിലേക്കും മാവ് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കുക. ദോശപ്പാൻ വെച്ച് ചൂടായ ശേഷം മാവൊഴിച്ച് ദോശ ചുട്ടെടുക്കുക. ദോശപ്പാനിൽ ഒഴിച്ച ശേഷം കുറച്ച് നേരം മൂടി വെക്കണം. അതിനുശേഷം കുറച്ച് എണ്ണ ചേർത്ത് എണ്ണ തൂക്കി തിരിച്ചിട്ട് നന്നായി മുരിയാൻ അനുവദിക്കണം. ക്യാബേജ് ദോശയും ചീരദോശയും മുരിങ്ങയില ദോശയും റെഡി. ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചീര മാറ്റാവുന്നതാണ്. സാമ്പാർ ചീരദോശ, പാലക് ചീരയോ ഉലുവച്ചീരയോ യൂസ് ചെയ്യും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.